ഹലോ! അപ്പോൾ ഗാദു ജാനി വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾ തംബ്നെയിൽ കണ്ട പോലെ കുറച്ച് ഓർമ്മകളും വിശേഷങ്ങളും കോളേജിൽ പഠിച്ച കാര്യങ്ങളൊക്കെ പങ്കുവെക്കാനായിട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് പങ്കുവെക്കാനൊന്നുമില്ല. കുറച്ച് കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നിയിട്ട് ഞാൻ ഒരു വീഡിയോ ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു 5ാം ക്ലാസ്സൊക്കെ മുതൽ ഡാൻസ് പഠിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ നമ്മുടെ വീടിനടുത്ത് തന്നെയുള്ള കെന്നഡി സാർ എന്ന് പറഞ്ഞിട്ടൊരു സാറായിരുന്നു എന്നെ ഡാൻസ് പഠിപ്പിച്ചത്. അപ്പോൾ സാറ് നന്നായിട്ട് ഡാൻസൊക്കെ പഠിപ്പിക്കും. ഞാനും തരക്കേടില്ലാതൊക്കെ കളിച്ച് നമ്മൾ സ്കൂളിലൊക്കെ എപ്പോഴും കലാതിലകമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇടുക്കി ജില്ലയിലാണ് താമസിക്കുന്നത്. അപ്പോൾ അവിടെ വന്യജീവി വാരാഘോഷങ്ങളൊക്കെ വെക്കാറുണ്ട്. അപ്പോൾ അതിന് വ്യക്തിഗത ഇനത്തിൽ ഓവറോൾ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ തേക്കടി മേളം അങ്ങനെ ഒരുപാട് പ്രോഗ്രാംസിനൊക്കെ പങ്കെടുത്ത് നല്ല പ്രൈസൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഒരു 10th കഴിഞ്ഞപ്പോൾ ഞാൻ എറണാകുളത്തുള്ള RLV ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞിട്ടൊരു സാറായിരുന്നു. പിന്നെ മോഹിനിയാട്ടവും ബാക്കി ഐറ്റംസൊക്കെ എന്നെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ +2 കഴിഞ്ഞു. +2 കഴിഞ്ഞപ്പോൾ നമ്മളിങ്ങനെ എല്ലാവർക്കും ഉണ്ടാവുമല്ലോ മനസ്സിൽ ഇനി അടുത്ത ഒരു എന്താ പ്ലാനിങ്, എന്താ പഠിക്കണം. അങ്ങനെയാണ് RLV ഉണ്ണികൃഷ്ണൻ സാറാണ് പറഞ്ഞത്. സാറിൻ്റെ ഒരു കസിന് നമ്മുടെ സെൻറ് തെരേസസ് കോളേജിൽ BA ഭരതനാട്യത്തിൽ മോഹിനിയാട്ടം ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ആ കെയർ ഓഫിലാണ് ഞാൻ സെൻറ് തെരേസസ് കോളേജിൽ പോയത് കേട്ടോ. അങ്ങനെ എനിക്ക് അവിടെ ആദ്യം ചെന്നപ്പോൾ എനിക്ക് ഒട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം ഒന്നാമത്തെ കാര്യം ഞാനങ്ങനെ വീട്ടിൽ നിന്ന് മാറി നിന്ന് പഠിച്ചിട്ടില്ല. അപ്പോൾ അത് ഭയങ്കര ഒരു സങ്കടമായിരുന്നു. അതിന് ശേഷം ഒട്ടും അങ്ങോട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല അവിടെ. ഒന്നാമത് എറണാകുളം ഇപ്പം ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം വരുന്നുണ്ട്. കാരണം അവിടെ പഠിക്കേണ്ടതായിരുന്നു. അവിടെ ഒരുപാട് കൂട്ടുകാരുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാനവിടെ ജോയിൻ ചെയ്തു. അപ്പോൾ ചെയ്തപ്പോൾ എന്താ പറയുക, ഭയങ്കര അതായത് നമ്മൾ ഈ ഭരതനാട്യം പഠിക്കണം. ആ കൂടെ തന്നെ നമുക്ക് എക്കണോമിക്സ് ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്, അങ്ങനെ ഒരുപാട് സബ്ജക്റ്റ് വേറെയുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ അതെല്ലാം പഠിക്കണമായിരുന്നു. അപ്പോൾ എന്നെക്കൊണ്ട് ഒരു തരത്തിലും പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അങ്ങനെ ആ ക്ലാസ്സിൽ ജോയിൻ ചെയ്തപ്പോഴാണ് നമ്മുടെ സിനിമയിലൊക്കെ അഭിനയിക്കുന്ന രമ്യ നമ്പീശൻ അവിടെ എൻ്റെ ക്ലാസ്സിലായിരുന്നു. പിന്നെ നമ്മുടെ ദേവി ചന്ദനയും ഉണ്ടായിരുന്നു കേട്ടോ. അവരൊക്കെ നല്ല ഒരു എല്ലാവരും പറയുന്നു ഈ സെലിബ്രിറ്റീസൊക്കെ ഭയങ്കര ജാടയാണ്, അവർക്ക് അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ. പക്ഷേ എൻ്റെ ഒരു സൈഡിൽ നോക്കുകയാണെങ്കിൽ അവരൊക്കെ നല്ല നല്ല ഒരു എന്താ ഇടപെടുന്നതൊക്കെ നല്ല രീതിക്കാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവർ രണ്ടുപേരെയും. അതിനുശേഷം എൻ്റെ ഒരു വർഷം കംപ്ലീറ്റ് ചെയ്തു. ഞാൻ എക്സാമൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കാണ് നമ്മുടെ വീട്ടിൽ എൻ്റെ ബ്രദറിന് കുഞ്ഞുണ്ടാകുന്നതും. പിന്നെ എനിക്ക് പോകാൻ ഭയങ്കര മടിയായിരുന്നു. കാരണം ഭയങ്കര പാടാണ് ഇതൊന്നും പഠിക്കുക. പിന്നെ തന്നെയല്ല ഹോസ്റ്റലിലായിരുന്നു. അപ്പോൾ എനിക്കെന്തോ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ഞാൻ തിരിച്ച് ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ തിരിച്ചു പോന്നു. ഞാൻ അന്നേരം ദേവി ചേച്ചിയൊക്കെ ആയിട്ട് ഫോൺ വിളിക്കും, മെസ്സേജ് അയക്കും ഒക്കെ ചെയ്യുമായിരുന്നു. അതിനുശേഷം എൻ്റെ ഒരു കല്യാണ സമയത്ത് 2012 എൻ്റെ കല്യാണമായിരുന്നു. ആ സമയത്ത് എൻ്റെ കല്യാണത്തിൻ്റെ അന്ന് എൻ്റെ മൊബൈൽ എന്തോ ആരോ മോഷ്ടിച്ചുകൊണ്ട് പോയി. പിന്നെ കണ്ടിട്ടേ ഇല്ല. അങ്ങനെയാണ് എനിക്ക് അവരുമായിട്ടുള്ള ഒരു കോണ്ടാക്റ്റ് നഷ്ടമായത്. ഇല്ലെങ്കിൽ ഞാനിപ്പോഴും വിളിക്കും. നമ്മൾ വിളിച്ചാൽ ഫോൺ എടുക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യും. എത്ര തിരക്കാണെങ്കിലും. ഞാൻ കല്യാണത്തിന് വിളിച്ചു. അപ്പം എൻ്റെ കല്യാണം ഒരു ഓണത്തിൻ്റെയൊക്കെ ആ ഒരു സമയത്തായതുകൊണ്ട് അവർക്ക് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് നല്ല ഓർമ്മകളാണ്. ഇഷ്ടം പോലെ, അതായത് ദേവി ചേച്ചിയാണെങ്കിലും രമ്യ ചേച്ചിയൊക്കെ ആണെങ്കിലും നന്നായിട്ട് പാട്ട് പാടും. നല്ല ഫ്രണ്ട്ഷിപ്പാണ് കേട്ടോ അവർ കീപ്പ് ചെയ്യുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് രണ്ടുപേരെയും. അപ്പോൾ ഈ വീഡിയോ എപ്പോഴെങ്കിലും അവർ കാണുകയാണെങ്കിൽ ഒന്ന് എന്താ പറയുക, ഒന്ന് കമൻറ്റെങ്കിലും ചെയ്യുക, എന്നെ ഓർമ്മയുണ്ടോ എന്നൊക്കെ. അപ്പോൾ അതാണ് എനിക്ക് ഇവരെ പറ്റിയുള്ള ഓർമ്മകൾ. അപ്പോൾ ഇവർ എപ്പോഴും അവർക്ക് ക്ലാസ്സിൽ വരാൻ പറ്റിയിട്ടില്ലെങ്കിലും അവർ എന്താ പറയുക, ചിലപ്പോൾ ഷൂട്ടിങ്ങിലായിരിക്കും. പക്ഷെ അവർക്ക് പറ്റുന്ന സമയങ്ങളൊക്കെ അവർ ക്ലാസ് അറ്റൻഡ് ചെയ്യാറുണ്ട്. നമ്മളെക്കാളും നന്നായിട്ട് അവർ ഡാൻസ് പഠിക്കാറുണ്ട്, എന്താ കളിക്കാറുണ്ട്, എല്ലാം ഉണ്ട്. അപ്പം അതൊക്കെ നല്ല നല്ല ഓർമ്മകളാണല്ലേ. അപ്പോൾ ചിലർ വിചാരിക്കും ഇതെന്താ ഇത്ര വലിയ ഓർമ്മ എന്ന്. പക്ഷെ നമ്മൾ ചില കാര്യങ്ങൾ, അതായത് നമ്മൾ ഈ ഇടുക്കിയിലൊക്കെ കിടക്കുന്നവർക്ക് ഒരു സെലിബ്രിറ്റിയൊക്കെ കാണാമെന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഒരു വലിയ കാര്യമായിട്ടാണ് എല്ലാവരും കണക്കാക്കുന്നത്. അപ്പോൾ ഇപ്പം ആർക്ക് വേണമെങ്കിലും സിനിമയിൽ അഭിനയിക്കാം എന്നൊക്കെ ഒരിതായി. കാരണം നമ്മുടെയൊക്കെ നാട്ടിൽ അന്നേരം ഒരു സെലിബ്രിറ്റി ഒന്നും ഇപ്പോൾ ഉണ്ടാവാം, പക്ഷെ അന്നേരം ഒന്നും ഇല്ല. എന്താ പറയുക, നമുക്കൊന്ന് കാണുക, സംസാരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ വലിയ കാര്യമാണ്. പക്ഷേ അപ്പോൾ എൻ്റെ കൂട്ടത്തിലുള്ളവരൊക്കെ വിചാരിച്ചിട്ടുണ്ട് ഇവർക്കൊക്കെ ഭയങ്കര ജാടയാണ്. അപ്പോൾ ഞാൻ ഫോണൊക്കെ വിളിച്ചിട്ട് കൊടുക്കും. ഒന്ന് സംസാരിക്കാവോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഒരു കൂളായിട്ട് വാങ്ങിച്ച് സംസാരിച്ച് അങ്ങനെയാണ്.
അപ്പോൾ ഇതൊക്കെ എൻ്റെ ചെറിയ ചെറിയ ഓർമ്മകളാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അതാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.